നമസ്തേ, ഞാൻ മായ ജയമോഹൻ. സൂര്യൻ ദക്ഷിണായനത്തിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ദക്ഷിണായനം എന്നാൽ എന്താണ് എന്ന് പറയാം. 2 അയനങ്ങളാണ് സൂര്യനുള്ളത്, ദക്ഷിണായനവും ഉത്തരായനവും. അതായത് 6 മാസക്കാലം, ജനുവരി മുതൽ ജൂലൈ വരെ ഉത്തരായന കാലവും ജൂലൈ മുതൽ അടുത്ത ജനുവരി വരെ ദക്ഷിണായന കാലവുമാണ്. അപ്പോൾ ദക്ഷിണായന കാലത്തിലേക്ക് സൂര്യൻ കടക്കുകയാണ്. അതായത് സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2026 ജൂലൈ മാസം 16-ാം തീയതി രാത്രി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 11:44 സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെ കർക്കിടക സംക്രമണം എന്നും പറയാം. അതായത് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കുള്ള സംക്രമണം, ഇതിനെ കർക്കിടക സംക്രമണം എന്ന് പറയും. അപ്പോൾ ഈ സൂര്യൻ്റെ ഈ ഒരു രാശി മാറ്റത്തിന് ദക്ഷിണായനത്തിലേക്കുള്ള കടക്കുന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു വർഷം, അതായത് മനുഷ്യൻ്റെ ഒരു വർഷം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു ദിവസമാണ്. അതായത് ദക്ഷിണായന കാലത്ത് ദേവന്മാരുടെ രാത്രിയും ഉത്തരായന കാലം ദേവന്മാരുടെ പകലുമാണ്. അങ്ങനൊരു വലിയ വ്യത്യാസം ഈ സമയത്തുണ്ട്. ദക്ഷിണായന കാലത്ത് നമ്മൾ ധാരാളമായിട്ട് പ്രാർത്ഥനകൾ, അതായത് വളരെ ഡിവോഷൻ, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടുതലുണ്ടാക്കി ആത്മീയതയിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു പോകേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമുക്കറിയാം കർക്കിടക മാസത്തിൽ നമ്മുടെ പൂർവികർ തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് പ്രാർത്ഥനകൾ, കർക്കിടക മാസത്തെ രാമായണ മാസമായി കണക്കാക്കുന്നു. അതായത് രാമായണം വായിക്കുന്നതിലൂടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ടും ഉണ്ടാകും എന്ന വിശ്വാസം. വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒരു അവതാരമാണ് ശ്രീരാമൻ. ശ്രീരാമസ്വാമി ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ശ്രീരാമസ്വാമി ജനിച്ചിരിക്കുന്നത് രാവണ നിഗ്രഹാർത്ഥം ജനിച്ച ആളാണ് ശ്രീരാമസ്വാമി. അതായത് അധർമ്മത്തിനെതിരായിട്ടുള്ള ധർമ്മത്തിൻ്റെ പോരാട്ടമാണത്. അങ്ങനെ പല എല്ലാ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഉത്തരായന കാലത്തിൽ രാമായണ പാരായണം നടത്തുന്നത് വിഷ്ണുവിലേക്കുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കും. അതായത് ഇത് കർക്കിടക മാസത്തിലെ പഞ്ഞമാസം എന്നുകൂടി പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നു. കാരണമെന്നാൽ അതിശക്തിയായ കാറ്റും പേമാരിയും തണുപ്പ് നമുക്ക് ആ ഒരു കർക്കിടക മാസത്തെ അതിജീവിച്ച് പോകാനായിട്ട് പഴയ കാലത്ത് കൂടുതലും കൃഷിപ്പണികളായിരുന്നല്ലോ നമ്മുടെ പൂർവികർ നടത്തിയിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വീടിനുള്ളിൽ നിന്നും അവർക്ക് പുറത്തേക്കിറങ്ങി ജോലികൾ ചെയ്യാൻ സാധിക്കാതെയും അതിലൂടെ ദാരിദ്ര്യം അതുകൊണ്ട് വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയാണത് പഞ്ഞമാസമായത്. അപ്പോൾ ആ കർക്കിടക മാസത്തിലെ ആ ഒരു മഴയും കാറ്റും അതിനും ഇവിടെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കർക്കിടക മാസം, അതായത് ഈ ദക്ഷിണായന കാലം പിതൃക്കളുടെ കാലമാണ്. ദേവന്മാരുടെ കാലം ഉത്തരായന കാലം എന്ന് പറഞ്ഞു, പിതൃക്കളുടെ കാലമാണ്. നമ്മൾ പിതൃതർപ്പണങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുന്നുണ്ട്. അതിശക്തിയായ കാറ്റ്, അപ്പോൾ പുരാണം, ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭയങ്കരപ്പെട്ട കാറ്റ് എന്ന് പറയുന്നത്, കാറ്റിലൂടെയാണ് നമ്മുടെ മരണപ്പെട്ടു പോയ പൂർവികർ നമ്മെ കാണാൻ എത്തുന്നത് എന്ന് പറയുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല, പല ഹിന്ദു പുരാണങ്ങളിൽ എഴുതിയതും പൂർവികരിൽ നിന്നും പറഞ്ഞു കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കാറ്റിലൂടെയാണ് വരുന്നത്. പഴയ കാലത്തെ വീടുകൾ ഓലമേഞ്ഞ വീടുകളായിരുന്നു. അപ്പോൾ ഈ ഓലമേഞ്ഞ വീടുകളിൽ കാറ്റ് തട്ടുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം, ആ ഓലക്കിടയിലൂടെ കാറ്റ് അകത്തേക്ക് കയറാൻ, അതായത് നമ്മുടെ പൂർവികൻ നമ്മളെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു എന്നൊക്കെയായിരുന്നു നമ്മുടെ മുത്തച്ഛന്മാർ പറഞ്ഞിരുന്നത്. അപ്പോൾ കാറ്റ്, നമ്മൾ ഈ ഹൊറർ മൂവീസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ പ്രേതം വരുമ്പോൾ ഭയങ്കരപ്പെട്ട കാറ്റും ഒരു തണുപ്പും ഒക്കെ ഉണ്ടാകും. കർക്കിടക മാസത്തിൽ കാറ്റും തണുപ്പും ഉണ്ട്. അപ്പോൾ അത് ലോകം മുഴുവൻ, നമ്മൾ ഇംഗ്ലീഷ് മൂവി കാണുമ്പോഴും ഇതുണ്ട്. അതിൻ്റെ അർത്ഥം ലോകം മുഴുവനുള്ള ഒരു വിശ്വാസമാണ് ഈ മരണപ്പെട്ടു പോയ ആൾക്കാർ വരുമ്പോൾ കാറ്റുണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ തണുപ്പുണ്ട്. അപ്പോൾ ചില വീടുകളിൽ ജ്യോത്സ്യനായതുകൊണ്ട് തന്നെ പറയുകയാണ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്രശ്നം വയ്ക്കുമ്പോൾ ബാധാശല്യം ഉള്ളതായിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ ചില വീടുകളിൽ, ചില മുറികളിൽ, അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഒരു കാരണമില്ല, നല്ല ചൂട് സമയമാണെങ്കിൽ പോലും അവിടെ ഭയങ്കര കുളിരായിരിക്കും, തണുത്തിരിക്കും. അതിനകത്തോട്ട് കയറുമ്പോൾ നമ്മൾക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും, നമ്മുടെ ബോഡിയൊക്കെ തണുക്കുന്നത് പോലെ. അതിൻ്റെ അർത്ഥം നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന്
പറയാം. അപ്പോൾ ഇങ്ങനെ ഈ കാറ്റ് ഇതൊക്കെ വരുന്നതും കർക്കിടക മാസം, പിതൃക്കളുടെ മാസം. ഈ സമയത്ത് നമ്മൾ പിതൃതർപ്പണങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. കർക്കിടക വാവു ബലി വളരെ വലിയൊരു ഉദാഹരണമാണ്. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ഒരു വർഷത്തിൽ ഒരു തവണ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണത്. കർക്കിടക മാസത്തിലെ നമ്മുടെ സയൻസ് പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പേശികൾക്കൊക്കെ വളരെയധികം ഒരു അയവ് ഉണ്ടായിരിക്കുന്ന സമയമാണെന്ന് പറയും. അപ്പോൾ ഈ ഒരു സമയത്ത് കർക്കിടക കഞ്ഞി, ഔഷധ ചികിത്സ, പഞ്ചകർമ്മ ചികിത്സ ഇതെല്ലാം ചെയ്യുന്ന സമയമാണ്. എന്തെന്നാൽ ഈ പേശികൾ ആ സമയത്ത് നമ്മൾ കുഴമ്പുകളും ആയുർവേദിക് ആയിട്ടുള്ള മെഡിസിൻ കഷായങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത്, ലേഹ്യങ്ങൾ കഴിക്കുന്നത്, ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യും. അതുപോലെ ഈ പേശി വലിവുണ്ടാകുമ്പോഴാണ് നമുക്ക് ജോയിൻറ്റ് പെയിൻസുകളൊക്കെ ഉണ്ടാകുന്നത്. ഈ സമയത്താണ് നമുക്ക് ഞരമ്പുകൾക്ക് കാലുവേദന, മുട്ടുവേദന ഇതൊക്കെ ഉണ്ടാകുന്നത്. എന്തെന്നാൽ ഈ സമയം നമ്മുടെ ബോഡിക്ക് ശരീരത്തിലുണ്ടാകുന്ന പെട്ടെന്ന് ചൂടിൽ നിന്നും തണുപ്പിലേക്ക് വരുന്ന ക്ലൈമറ്റിൽ വേഗത്തിൽ വരുന്ന വ്യത്യാസം ഹ്യൂമൻ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തെളിവുകളാണ് ഇത്. അതാണ് പഞ്ചകർമ്മ ചികിത്സയും ഔഷധ കഞ്ഞി കഴിക്കുന്നത്. അതായത് നമ്മൾ ഹെൽത്തിന് ഒരു വർഷത്തെ ആരോഗ്യത്തെ വീണ്ടെടുക്കുകയാണ്. തിരുമല, ഒഴിച്ചില് ഇതെല്ലാം ചെയ്ത്. അപ്പോൾ ആ ഒരു കർക്കിടക മാസത്തിന് ഇങ്ങനെ ഈ ദക്ഷിണായനത്തിന് അങ്ങനെയും പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതും ധ്യാനം, ഈശ്വര ഭജനം മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു മാസം. രാമായണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു. രാമൻ എന്നത് മര്യാദാ പുരുഷനായിട്ടാണ് രാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് മര്യാദാ പുരുഷൻ? ആദർശ പുരുഷൻ എന്ന് അർത്ഥം. അദ്ദേഹം ഏകപത്നി വ്രതക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഭാര്യയാണ് സീതാദേവി. അവരെ മാത്രം സ്നേഹിക്കുകയും അവരോടുകൂടി അവരുമായിട്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭാര്യ എന്നുള്ള പ്രണയിനി എന്നുള്ള നിലയിലുള്ള ഒരേ ഒരു സ്ത്രീ. അപ്പോൾ അദ്ദേഹം ഏകപത്നി വ്രതക്കാരനായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും ഒരേപോലെ ഇഷ്ടപ്പെടുകയും ഒരേപോലെ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അവിടെ അദ്ദേഹം പ്രായഭേദം അല്ലെങ്കിൽ വർഗഭേദമോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരെയും ഈക്വലായി കണ്ടു. വാനരന്മാരായ സുഗ്രീവനെയും ഹനുമാനെയും അദ്ദേഹം സ്നേഹിച്ചു. അതുപോലെ തന്നെ ഗുഹനെയും ശബരിയെയും അദ്ദേഹം സ്നേഹിച്ചു. എല്ലാവരിലും ഈക്വൽ സ്റ്റാറ്റസ്, എല്ലാവർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി, അല്ലാതെ ഒരു വ്യത്യാസവും അവിടെ ഉണ്ടായില്ല. അതും മര്യാദാ പുരുഷന്റെ പ്രത്യേകതയാണ്. അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യം ഉപേക്ഷിച്ചിട്ട് 14 വർഷം വനവാസത്തിന് പോയത്. അതായത് പിതാവിനു വേണ്ടി ഒരു പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്. എന്ന നരകത്തിൽ നിന്നും പിതാവിനെ ത്രാണനം ചെയ്യുന്നവനാണ് പുത്രൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം അദ്ദേഹത്തിന്, ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പിതാവിൻ്റെ വാക്ക് സത്യമാക്കി വരുന്നതിന് വേണ്ടി പ്രോമിസ് ചെയ്തല്ലോ കൈകേയിയോട്. അത് സത്യമാക്കാൻ വേണ്ടി 14 വർഷം രാജ്യഭാരം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി. ഇതെല്ലാം രാമൻ്റെ പവിത്രതയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ രാമായണം വായിക്കുന്നതിലൂടെ നമ്മളിൽ ഈശ്വരീയമായ ഭക്തി അല്ലെങ്കിൽ ഈശ്വരീയത ഉണ്ടാകുന്നു എന്നതിലുപരി കുറേ ഐഡിയോളജീസ് നമ്മുടെ ലൈഫിൽ പകർത്തുന്നതിന് സാധിക്കും രാമായണ പാരായണം. അതും ഈ കർക്കിടക മാസത്തിൽ, അതായത് ദക്ഷിണായനത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഗുരുപൂർണിമ വരുന്നത് ജൂലൈ മാസത്തിലാണ്. ഗുരുപൂർണിമ കർക്കിടകം ദക്ഷിണായന കാലത്ത് ആഘോഷിക്കുന്നത്. അതായത് ഗുരുക്കളെ ബഹുമാനിക്കുക, ഗുരുക്കളെ സ്നേഹിക്കുക, ഗുരുക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ സന്നദ്ധരായിരിക്കുന്നതാണ്. ഗുരു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉത്തമനായ ഒരു ഗുരു ശിഷ്യൻ മോദിച്ചുവെന്നാൽ ഗുരുവരൻ അമൃതാനന്ദ തോയെ കുളിക്കും. അതായത് ശിഷ്യന് വളരെയധികം സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അമൃത് കൊണ്ടുള്ള വെള്ളത്തിൽ കുളിക്കുന്ന ഒരു സുഖം, അതായത് അത്രത്തോളം ഹാപ്പിയാണെന്നർത്ഥം. ശിഷ്യൻ ഖേദിച്ചു വന്നാൽ ഗുരു ഉടനെ സങ്കടത്തീയിൽ വീഴും. ഒരു സങ്കടം തൻ്റെ ശിഷ്യൻ ഉണ്ടായി എന്നറിയുകയാണെങ്കിൽ, ഉത്തമനായ ഗുരുവാണെങ്കിൽ അദ്ദേഹത്തിനാണ് ഏറ്റവും അധികം സങ്കടം ഉണ്ടാകുന്നത്, തൻ്റെ ശിഷ്യൻ ഈ പ്രശ്നം ഉണ്ടാകണമല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗുരുവിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആ ഗുരു പൂർണിമ നമ്മൾ ആഘോഷിക്കുന്ന സമയം. അപ്പം നമ്മളിപ്പോൾ പറയും ഗുരു എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല ഗുരു എന്ന്. അറിവ് പകർന്നു തരുന്നവൻ ആരാണോ അവൻ തന്നെയാണ് ഗുരു. ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് ഈ ഒരു ജൂലൈ മാസത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ജന്മാഷ്ടമി, സെപ്റ്റംബറിൽ ജന്മാഷ്ടമി, അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മാഷ്ടമി ഉണ്ടാകുന്നത് ഈ സെപ്റ്റംബറിൽ, ഈ ദക്ഷിണായന കാലത്താണ്. ഗണേശ ചതുർത്ഥി നമ്മൾ ആഘോഷിക്കുന്നത് ദക്ഷിണായനത്തിലാണ്. ദീപാവലി, നവരാത്രി പൂജ, ദേവി അമ്മയുടെ ദുർഗയെ പ്രാർത്ഥിക്കുന്നത്
പ്രാർത്ഥിക്കുന്ന 10 ദിവസങ്ങളിൽ നമ്മൾ അമ്മയെ ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു പൂജ വെച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രീത്യർത്ഥം ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമ്മുടെ ദക്ഷിണായന കാലത്തിലെ പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ്. അപ്പോൾ ഈ ദക്ഷിണായന കാലത്തിലാണ് നമ്മുടെ മഹാഭാരത കഥയിൽ ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടന്നു മരണം കാംക്ഷിച്ച് കിടക്കുകയാണ്. അപ്പം മരണം കിട്ടാൻ വേണ്ടി അന്ന് രാത്രി മുഴുവൻ അദ്ദേഹം ശരശയ്യയിൽ കിടന്നു. ഉത്തരായന കാലമാകാൻ വേണ്ടി കാത്തിരുന്നു എന്ന് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതായത് ഉത്തരായന ദേവന്മാരുടെ പകലിലേക്ക്, ദേവന്മാരുടെ അടുത്തേക്ക് ഈസി ആയിട്ട് എത്താനുള്ള ഒരു വഴിയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണ്. പകലുകൾക്ക് നീളം കൂടുതലും രാത്രിക്ക് നീളം കുറവുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പകല് ഭഗവാനെ പ്രാർത്ഥിക്കാനും നമ്മുടേതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളിൽ വേറെയുള്ള ജോലികൾ ചെയ്താലല്ലേ പൈസ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈശ്വര ഭജനത്തിന് വേണ്ടി ഒരു സമയം മാറ്റി വയ്ക്കുക, മറ്റുള്ള സമയത്ത് നമ്മുടെ അന്നത്തിന് വേണ്ടി ദൈനംദിന ജീവിതത്തിന് വേണ്ടിയുള്ള പണികളും ചെയ്യുക എന്നാണ് പറയുന്നത്. രാത്രി കുറവാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഇതാണ് ദക്ഷിണായനത്തിൻ്റെ പ്രത്യേകത. ഓരോ രാശിക്കാർക്കും എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ വേറെ ചെയ്യാം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്ത് എന്നെ സഹായിക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും കാണാം.